നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആന്റിയോട് പറയാത്തത് ഇനി പരിഭവമാവോന്നാ എന്റെ പേടി. ഒന്നും വേണ്ട ഭാവന. ഇതിപ്പോ ഒരു പൊതുവായ ചടങ്ങൊന്നും അല്ലല്ലോ. വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളൊരു ഒത്തുകൂടലല്ലേ. ആരും ഒരു പരാതിയും പറയില്ല. ആന്റി ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക സൂര്യ. ഒന്നാമത് എന്നോടിപ്പോ നല്ല ദേഷ്യത്തിലോ. ഇതിലും വലിയ രീതിയിൽ അമ്മ തന്നോട് പെരുമാറിയിട്ടില്ലേ. പിന്നീട് അതൊക്കെ മറന്ന് അമ്മ സ്നേഹത്തിലും ആയി. ഇതും അതുപോലെ ശരിയാവും. ഇത് അതുപോലെയൊന്നും അല്ല സൂര്യ. നമ്മൾ എത്ര ശ്രമിച്ചാലും മാനസയുടെ ഭാവി എന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കും. സത്യം പറഞ്ഞാ ആലോചിക്കും തോറും ഒരെത്തും പിടിയും കിട്ടുന്നില്ല സൂര്യ. മാനസയോട് നമ്മൾ പലതും പറയുന്നുണ്ടെങ്കിലും എന്തിനും ഒരു അവസാനം വേണമല്ലോ. അപ്പോ തനിക്ക് മാനസയുടെ കാര്യത്തിലും നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അത് പിന്നെ കാണാതിരിക്കോ സൂര്യ. അവളെ സമാധാനപ്പെടുത്താൻ നമ്മൾ ഓരോന്നും പറയുന്നതല്ലാതെ അതൊക്കെ എത്രമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞിനെ ദൈവം മാനസയിലൂടെ നമുക്ക് തിരികെ തന്നതാണെങ്കിലോ? വിശ്വസിക്കാൻ പറ്റില്ല സൂര്യ. ദൈവം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും എത്രയോ ഉയരങ്ങളിലാണ്. ഇതുവരെ സംഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എന്തായാലും വരുന്നത് പോലെ വരട്ടെ. ഇനി ഈ പേരും പറഞ്ഞ് ഇന്നത്തെ സന്തോഷം കളയണ്ട. നമ്മൾ ഒന്നായ ശേഷം എല്ലാരും കൂടി ഒരുമിച്ചുള്ള ആദ്യത്തെ ഫംഗ്ഷനാ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്, അല്ലേ ഭാവന? അതെ സൂര്യ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. ഇന്ന് നമ്മുടെ കുടുംബം അങ്ങനെ ഒരു സന്തോഷ മുഹൂർത്തത്തിലാ. ഗർഭിണികളായ 2 സഹോദരിമാരുടെ സന്തോഷം കാണാനുള്ള ഭാഗ്യം ഈ ഉള്ളവന് ലഭിച്ചില്ലേ? എന്താടോ ഞാൻ പറഞ്ഞ ശരിയല്ലേ? സത്യം പറഞ്ഞ നമ്മുടെ ഇന്നത്തെ മാനസികാവസ്ഥയില് ഇങ്ങനൊരു ആഘോഷത്തിനുള്ള മനസ്സൊന്നും എനിക്കില്ല. പിന്നെ ഭാമയും അരുന്ധതിയും ഭരത്തും അഭിയും കൂടി തീരുമാനിച്ചതല്ലേന്ന് കരുതിയിട്ടാ ഞാനും ഒപ്പം നിന്ന്. എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നെന്ന് വല്ല പിടിയുണ്ടോ? എനിക്കറിയില്ല സൂര്യ. എന്നോടൊന്നും ആലോചിച്ചിട്ടില്ല. ഒരുങ്ങാൻ പറഞ്ഞു, ഞാനും ഭാമ ഒരുങ്ങി, അത്രേ ഉള്ളൂ. ഭരത്തിന്റെയൊക്കെ സന്തോഷം കണ്ടപ്പോ ഞാനും ഒരുപാട് സന്തോഷിച്ചു സൂര്യ. ശരിക്കും ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. തന്റെ കഷ്ടപ്പാടും സഹോദര സ്നേഹവും അവരെല്ലാം നല്ലതുപോലെ അറിഞ്ഞതല്ലേ ഭാവന? അതൊന്നും ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല. എന്നും ഇതുപോലെ ആയിരുന്നു മതി സൂര്യ. അല്ലാതെ മറ്റൊരു നേട്ടം എനിക്ക് വേണ്ട. എല്ലാത്തിനും അപ്പുറം അമ്മയുടെ സന്തോഷം, അതാ എനിക്ക് പ്രധാനം. മക്കളുടെ ഭാവിക്ക് വേണ്ടി എന്നും കരയാനേ അമ്മയ്ക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷവും ദുഃഖവും എല്ലാം ചേർന്നതാണ് ഈ ജീവിതം. അല്ലാതെ കുറെ സമ്പത്തും പണമൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ചേച്ചി, ഓ ഭാനുദാ വരുന്നു. സൂര്യ രാവിലെ എവിടേക്ക് പോകുന്ന കണ്ടു. അപ്പം മുതല് ജയ ദേഷ്യത്തിലാ. നീ വാ, നമുക്ക് എന്താണെന്ന് ചോദിക്കാം. എന്താ ജയ, എന്തു പറ്റി? രാവിലെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. എനിക്കല്ലെങ്കിലും ഒന്നും പ്രശ്നമാണല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങളേ ഉള്ളൂ ജയ. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? ഞാൻ സൂര്യയെ കുറിച്ച് ആലോചിക്കായിരുന്നു ഏട്ടാ. നേരെ പുലരും മുമ്പ് അവൻ ഇവിടുന്ന് പോയി. ഇത്ര രാവിലെ എവിടേക്കാ സൂര്യ പോയത്? ആ ഭാവനയുടെ വീട്ടിലേക്ക്. അവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ അവനെ വിളിച്ച് സംസാരിക്കുന്ന കണ്ടു. ഇതാണോ വലിയ കാര്യം? അവൻ ഇഞ്ഞ് വന്നോളും. അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല ഏട്ടാ. സാവധാനം അവൻ നമ്മളിന്ന് അകന്നു പോവും. അങ്ങനെയൊന്നും സൂര്യ പോകില്ല. എന്നാ പിന്നെ കൊള്ളാലോ. ഗായത്രിയോട് അവൻ ഭവ്യതയോടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. രാവിലെ തന്നെ എത്തിക്കൊള്ളാന്ന് പറയുന്നത് കേട്ടു.
അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യമായിരിക്കും ചെയ്യേ. എന്തിനാണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ട് അവന് പൊക്കിവിടായിരുന്നോ? നിന്നോട് പറഞ്ഞ ചിലപ്പോ നീ തടസ്സം നിൽക്കുന്ന കാര്യമാണെങ്കിലോ? പറയാൻ പറ്റില്ല ജെ. ചിലപ്പോ വല്ല കാശ് ചിലവാക്കുന്ന ഏർപ്പാടായിരിക്കും. സൂര്യയുടെ നല്ല കാശുള്ളതല്ലേ. അങ്ങനെ വല്ല ഏർപ്പാടുവാണെങ്കിൽ എനിക്കൊന്നും അറിയണമല്ലോ. അല്ല, ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ഇനി അതിന്റെ പേരിൽ പ്രശ്നമൊന്നും വേണ്ട. ചിലപ്പം മറ്റു വല്ല കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലും അവൻ ഇങ്ങോട്ട് വരട്ടെ. ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോയാൽ എന്താണെന്ന് എനിക്ക് അവനോട് ചോദിക്കണം. ഇനി അവിടെ ആർക്കെങ്കിലും ബർത്ത്ഡേ മറ്റോ ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവൻ എന്താ? അങ്ങനെയുള്ള പുതിയ ശീലങ്ങളൊന്നും അവന് വേണ്ട. നീ ഒന്ന് അവനെ വിളിച്ചു നോക്ക്. എന്നിട്ട് എവിടാണെന്ന് ചോദിച്ചാൽ മതിയല്ലോ. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മാനസമോൾ എഴുന്നേറ്റില്ലേ? ഇല്ല, ഇന്നലെ രാത്രി നല്ല ലേറ്റായിട്ട് അവള് കിടന്നത്. പുലരുന്ന വരെ ലൈറ്റ് ഉണ്ടായിരുന്നു റൂമില്. നിങ്ങൾ അവളോട് ദേഷ്യപ്പെടാനും വഴക്കിടാനും ഒന്നും നിക്കണ്ട. അറിയാലോ, കഴിഞ്ഞ ഒന്നും അവൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഇന്നലെ തന്നെ നിങ്ങളോടൊപ്പം മാനസമോള് വരാന്ന് പറഞ്ഞത് എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അവൾക്കറിയാം ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അവളുടെ ഭാവിക്ക് വേണ്ടിയാ ചെയ്യേ. അവൾക്ക് അങ്ങനെ വളഞ്ഞ വഴിയിലുള്ള ഭാവിയൊന്നും താല്പര്യമില്ല ഏട്ടത്തി. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ മോളല്ലേ അവള്. എന്നാലും ഇത്രത്തോളം ഒരാൾക്ക് നന്നാവാൻ പറ്റൂ? ഇവിടെ വരുമ്പോ ഭാവനെ ഇവിടെ നിന്ന് അകറ്റാൻ വേണ്ടി എന്തൊക്കെ വഴികൾ അവള് തേടിയത്. എന്നിട്ടിപ്പോ ഭാവനയ്ക്ക് വേണ്ടി ഒരു അമ്മയാവാൻ നടക്കുന്നു. അതാണ് ഏട്ടത്തി ഭാവന. മറ്റുള്ളവരെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്താൻ അവൾക്കുള്ള കഴിവ് വേറെ ഒരാൾക്കും ഇല്ല. എന്നാലും ഇതൊരല്പം കടന്നുപോയി ജേ. ഞങ്ങളെ പോലും ഞങ്ങളുടെ മോള് വട്ടം ചുറ്റിച്ചില്ലേ? വേണ്ട ഏട്ടാ, നമ്മളീ പറയുന്നെങ്ങനെ മാനസമോള് കേട്ടാ അത് മതി അടുത്ത പ്രശ്നത്തിന്. ഞാൻ നിങ്ങളെ രാവിലെ കണ്ടിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. മാറങ്ങോട്ട്. ഇന്നലെ നമ്മളോട് സംസാരിച്ച ജയ അല്ല ഇന്ന് അല്ലേ പ്രസീതേ? അതെ അതെ, ഇന്നലെ നമ്മുടെ മോളും നമ്മളോടൊപ്പം വരുമെന്ന് പറഞ്ഞപ്പോ അതങ്ങ് ഏറ്റു. അതാ പിന്നെ ജയ ഒന്നും മിണ്ടാത്തത്. നടക്ക്. അങ്ങോട്ട് വയ്ക്ക. സേതു ഇവിടെ കൊണ്ടു നോക്കിയതാ. എവിടെ വെച്ചോ? അവിടെ വെച്ചോ. അമ്മേ ദേവി, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നും നന്മയുണ്ടാവണേ ഭഗവാനെ. രമേശ, സദ്യക്കുള്ള റെഡിയല്ലേ? എല്ലാം റെഡിയാണ് അണ്ണ. ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ സദ്യക്കുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. ഭാവനയ്ക്കും ഭാമയ്ക്കും ഒരുമിച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇങ്ങനെ വിശേഷം ഉണ്ടാവുമെന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ ഗായത്രി. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായ പിന്നെ അത് ആഘോഷിക്കണ്ടേ അമ്മേ? പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാ മുമ്പ് ഉണ്ടായത്, ഇപ്പൊ എല്ലാം മാറിയില്ലേ? ഒരിക്കലും ഭാവനയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവത്തില്ലെന്നല്ലേ നമ്മളെല്ലാം കരുതിയത്? ദൈവം നമുക്കൊപ്പാന്ന് തെളിഞ്ഞില്ലേ അമ്മേ?